ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2020 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇതാ 6th പബ്ലിഷ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇനി തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടോ, സെക്കൻഡിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. തേർഡ് അലോട്ട്മെൻറ്റ് മാത്രമല്ല, 4th അലോട്ട്മെൻറ്റും ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഡിഗ്രി അഡ്മിഷന്. സോ അതിൻ്റെ ഡേറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഡേറ്റ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഒന്ന് കാണാം. തേർഡ് അലോട്ട്മെൻറ്റ്, 4th അലോട്ട്മെൻറ്റ് ഒക്കെ എപ്പോഴാണ്, അതിനെപ്പോഴാണ് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത്, അതേപോലെ ക്ലാസ് എപ്പോഴാണ് തുടങ്ങുക, ഓരോ കാറ്റഗറി അഡ്മിഷൻ എപ്പോഴാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ റീഷെഡ്യൂൾ ചെയ്തിട്ട് ഡീറ്റെയിൽസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണാം. സോ ദിസ് ഇസ് ദ അഡ്മിഷൻ ഷെഡ്യൂൾ റിലീസ്ഡ് ബൈ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ. ഡിഗ്രി അഡ്മിഷൻ്റെ ആണ്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞതാണ്, ഡേറ്റ്സ് കഴിഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വാസ് ഓൺ 24/9/2020 ആൻഡ് മാൻഡേറ്ററി ഫീ അടയ്ക്കുന്ന ഡേറ്റ്സും ഇറ്റ്സ് ഓവർ. നൗ ഓവർ ടു സെക്കൻഡ് അലോട്ട്മെൻറ്റ്. രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വരുന്നത് 6/10/2020 ഒക്ടോബർ 6 രണ്ടാം അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ അതിൻ്റെ മാൻഡേറ്ററി ഫീ അടയ്ക്കാൻ നിങ്ങൾക്ക് ടൈം തന്നിട്ടുള്ളത് 6/10 to 15/10 ആണ്. ഒക്ടോബർ 15 വരെ നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ, യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ടൈം തന്നിട്ടുണ്ട്. പിന്നെ PD കോട്ട റാങ്ക് ലിസ്റ്റ് ലഭ്യമാവുന്നത് 29/9/2020. അതുപോലെ സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് ഇസ് ഓൺ 6/10/2020. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സെയിം ഡേറ്റിലാണ്. സ്പോർട്സ് കോട്ട അഡ്മിഷൻ സ്റ്റാർട്ട്സ് ഓൺ 7/10 to 15/10. സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഫീ അടയ്ക്കുന്ന ഡേറ്റ്സ് തന്നെയാണ് സ്പോർട്സ് കോട്ട അഡ്മിഷൻസ് നടക്കുന്നത്. പിന്നെ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതും പ്രവേശനം നേടുന്നതും ഒക്കെ PD കോട്ട ഇറ്റ്സ് ഓൺ 8 to 15 ആണ് PD കോട്ട റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടുള്ള അഡ്മിഷൻ നടക്കുക. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ നടക്കുന്നത് 6/10 to 15/10. ഡേറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് 9/10 ലിസ്റ്റ് വരിക. അപ്പോൾ നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്യുന്നതാവും ബെറ്റർ. ദ ലിസ്റ്റ് വിൽ ബി പബ്ലിഷ്ഡ് ഓൺ യുവർ കോളേജ് നോട്ടീസ് ബോർഡ് ആസ് വെൽ ആസ് ദ വെബ്സൈറ്റ് ഓഫ് ദ ഡിഫറെൻറ്റ് കോളേജസ്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കുക. അതുപോലെ അതിനെ റിപ്പോർട്ട് ചെയ്യാനും അഡ്മിഷൻ എടുക്കാനും ഒക്കെ ആയിട്ടുള്ള ടൈം തന്നിട്ടുള്ളത് 12/10 to 15/10. ആകെ 3 ദിവസമേ ഉള്ളൂ കേട്ടോ. പ്ലീസ് ടേക്ക് എ നോട്ട് ദാറ്റ് 12/10 ഒക്ടോബർ 12 മുതൽ 15 വരെ മാത്രമായിരിക്കും കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻസ് നടക്കുന്നത്. അപ്പോൾ അത് മിസ്സാവാതെ, ഡേറ്റ് മിസ്സാവാതെ നോക്കാം. പിന്നെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ 16 to 22 ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നോക്കിയാൽ മതി. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് സൗകര്യം നൽകുന്നതാണ്. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ട്, അപ്ലിക്കേഷനിൽ തെറ്റ് പറ്റിയ ഡീറ്റെയിൽസ് മാറ്റാനൊക്കെ ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റുകളൊക്കെ നിങ്ങൾക്ക് തിരുത്താനായിട്ട് ടൈം തന്നിട്ടുണ്ട്. ആഫ്റ്റർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് യു വിൽ ബി ഗിവൺ എ ടൈം ടു എഡിറ്റ് യുവർ അപ്ലിക്കേഷൻ. അതേപോലെ തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് 30/10 ഒക്ടോബർ 30 തേർഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഓൾമോസ്റ്റ് അഡ്മിഷൻസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഓൾമോസ്റ്റ് ഒരു ക്ലാസ് എടുക്കാൻ ഉള്ള രീതിയിലുള്ള ഒരു അഡ്മിഷനൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവും. തേർഡ് അലോട്ട്മെൻറ്റിൽ ഫർദർ അലോട്ട്മെൻറ്റ്സ്, തേർഡ് ആൻഡ് ഫോർത്ത് അലോട്ട്മെൻറ്റ്സിൽ ഫർദർ അഡ്മിഷൻസും നടക്കുന്നതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ മാൻഡേറ്ററി ഫീ അടയ്ക്കാനായിട്ട് വരും. 4/11 വരെ, നവംബർ 4 വരെ നിങ്ങൾക്ക് ഫീ അടയ്ക്കാവുന്നതാണ്, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. പിന്നെ 4th അലോട്ട്മെൻറ്റ് ഈസ് ഓൺ 10/11/2020. അതായത് നവംബർ 10 4th അലോട്ട്മെൻറ്റും അതിൻ്റെ അഡ്മിഷൻ നടക്കുക 10 മുതൽ 13 വരെ. നവംബർ 13 വരെ ആയിരിക്കും 4th അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻസ് നടക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേക്കൻസീസ് ഫില്ല് ചെയ്ത് പോകും. ഒരുപാട് സീറ്റ്സ് വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ടാവും സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സീറ്റ് പോലും വെറുതെ കളയാതെ കംപ്ലീറ്റ് ആയിട്ട് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേർഡ് ആൻഡ് ഫോർത്ത് അലോട്ട്മെൻറ്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ക്ലാസ് തുടങ്ങുന്ന ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 2/11/2020 നവംബർ 2 ക്ലാസ് തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ടേക്ക് എ നോട്ട് ദാറ്റ് നവംബർ 2 ക്ലാസ് തുടങ്ങിയതിന് ശേഷമായിരിക്കും നിങ്ങളുടെ 4th അലോട്ട്മെൻറ്റ് വരുന്നത്. ഓക്കെ, 30 തേർഡ് അലോട്ട്മെൻറ്റ് വരും. പിന്നെ 2 നവംബർ 2 ക്ലാസ് തുടങ്ങും. അതിനുശേഷമായിരിക്കും 4th അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ്. നിങ്ങൾ
ഏത് കാറ്റഗറിയാണ് അതിനനുസരിച്ചുള്ള ഡേറ്റ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് നോക്കുക. അപ്പം ഡേറ്റ് ഒന്നും മിസ്സാവാതെ ശ്രദ്ധിക്കാം. So best wishes. Hope this video was informative. Please like and share the video. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ please subscribe the channel. And thanks for watching. Thanks for your support. Thank you.